അന്നെന്താ പരിപാടി? ഇന്ന് റേഷൻ വാങ്ങാൻ പോകണം. പിന്നെ കൽപ്പന പോകണം. വേറൊന്നുമില്ല. നമുക്ക് റേഷൻ വാങ്ങിയിട്ട് വരല്ലേ? ഓ, അപ്പം നമുക്ക് റേഷൻ വാങ്ങാൻ പോട്ടോ. എടുത്തോ കേട്ടാക്കല്ലേ. അങ്ങനെ റേഷൻ കാർഡിലെത്തി. റേഷൻ വാങ്ങാൻ പോലെ അതെന്റെ സഞ്ചിയാ. സഞ്ചി മാറിപ്പോയി. ഇതെന്റെ സഞ്ചിയാ. സഞ്ചി എടുത്തില്ലേ? സഞ്ചി എടുക്കാണ്ട റേഷൻ വീഡിയോയിലൊന്നും പറയാൻ. അപ്പം റേഷൻ കാർഡിലെത്തി. റേഷൻ മാട്ടെ സ്മാനക്കുണ്ട്. അവിടെ കിട്ടോ? അറിയൂല. ഇത് പോയിക്ക്. അപ്പൊ ഞാൻ റേഷൻ കാർഡുണ്ട്. പുറത്താക്കിക്കില്ലേ? അത് കിട്ടൂല, അനക്കൊന്നും കിട്ടൂല. കിട്ടോ? ഓ, നമ്മൾ തന്നെ എടുക്കണം അല്ലേ? ഇവിടെ നമുക്ക് നമുക്ക് എടുക്കാം. ഇവിടെ വിഷയമില്ല, നമ്മുടെ സ്വന്തം കടയാണ്. ആ, അത്രേ ഉള്ളൂ. എനിക്കെത്ര തരൂ ഈ എന്ത് അരി? അരിയാ 11. ഇത്ര 5 വീട്ടില് 18 കേട്ടോ. 18 ഓ, ഞാൻ ഇനി സ്ഥിരം തരാട്ടോ കൂട്ടി. ഇനി സ്ഥിരം കസ്റ്റമർ എടുത്ത നമ്മളെ അയ്യപ്പേട്ട. അപ്പൊ അയ്യപ്പേട്ടൻ്റെ പകരം നൂറാണ്. ബ്ലോഗർ നൂർ. റേഷൻ കട കയറി പൈസ ഉണ്ടാക്കി വെച്ചു. എന്നാ തൂക്കി നോക്ക്. 13 13 13 ആയിക്കില്ല എന്നാ നൂറ് പറഞ്ഞേ. എത്രയായി? ആയോ? ഓ, അത് നിന്നോട്ടാ. ഇല്ല ഇല്ല, അത് എനിക്കാ മതി. റാഹത്തായി. എൻ്റെ തൂക്കം ശരിയില്ല എന്നിട്ട് അയ്യപ്പേട്ടൻ വീണ്ടും പണി കയറി. അയ്യപ്പേട്ടൻ വന്നു ഗായ്സ്. അപ്പൊ നൂറിന്റെ പണി ശരിയില്ല എന്നിട്ട് അയ്യപ്പേട്ട വന്നു. അയ്യപ്പേട്ടന്റെ തൂക്കാണ് മോനെ, തൂക്കം. ആ കണ്ടോ, അയ്യപ്പേട്ട വന്ന് റെഡിയായി. ഇത്രേ ഉള്ളൂ. വ്ളോഗാണോ അയ്യപ്പേട്ട? പാടുണ്ട്. ആ ആ അല്ല, അത് മൂപ്പരെ. അപ്പൊ കേട്ടോ, പോട്ടെ. ഓക്കെ, അടുത്ത റേഷനൊക്കെ വാങ്ങിയില്ലേ? റേഷനൊക്കെ വാങ്ങി. നമുക്ക് വണ്ടി റേഷനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വാങ്ങാണ്ടോ? ഇല്ല, അതിനെ പോവാ. എവിടെ നല്ല എടുക്കാളെ? റോഡ് സൈഡിൽ എൻ്റെ നൂറെ മുറ്റത്തിടെ കല്ല് വലിയ കല്ലുണ്ട്. പോരെ പോരട്ടെ. വണ്ടി ആ എടുത്തോ. അല്ല, ബസ് മൂട് കൊണ്ട് പോകുമ്പോ ഓടി. അപ്പോൾ ഗൈസ്, അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാം. മീൻ പിടിക്കുന്ന
കിട്ടോ? കുറുകണ്ട്. മുശി 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 മുശി. കൊത്തണ്ടോ? കണ്ണാ മുശി, വലിയ മുശി. പൊത്തൂല പോലെ എന്താ വേണ്ടേ കണ്ണാ? മണ്ണീര് എന്താ അറിയാ മീൻ പിടിക്കാൻ എങ്ങനെയാ? അപ്പൊ ചൂണ്ട കൈമാറി. മീൻ അവിടെ ഉള്ളേ? എവിടെ? വലിയ മീന്. ഇന്ന് മീനെ പിടിച്ചിട്ട് വലിയ തോടൻ. അടിച്ചോ? മാത്തു വലിയ മീനുണ്ടാ. അഫ്താബ് വരുന്നുണ്ട്. വലിയ മീനുണ്ട് പറഞ്ഞപ്പോ അഫ്താബ് ഇതാ വീട്ടിൽ നിന്ന് എണീച്ച് വരുന്നു. എന്നാക്കൊരു പൊടി. എത്ര ഈ മീനൊക്കെ ഉണ്ടോ? ഈ ഇപ്പഴല്ലേ വന്നേ? കറിക്കറിയാൻ പോണ ഗായ്സ്. ഓ ആ അപ്പോ വ്ളോഗാണ്. എല്ലാരും ഹാപ്പിയല്ലേ? ഓ കുഞ്ഞാണ്. നിസ്സാര പരിപാടിയൊന്നുമില്ല. മീനെ പിടിക്കാൻ പറഞ്ഞാൽ നല്ല വർക്കൗട്ട് ചെയ്യണം അല്ലേ? നല്ല പരിപാടിയാണ്. കഷ്ടപ്പെട്ടാലേ മീൻ കിട്ടൂല. അല്ലാണ്ട് ഈ കയറില് ഇതും കെട്ടി വന്നിട്ട് മീനൊന്നും കിട്ടൂല. ചൊണ്ണി മീനെ പിടിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തോറ്റ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരിവിടെ എന്താ വിചാരിച്ചിരിക്കോ? ചൊണ്ണിന്ന് പിടിച്ചിട്ടേ പോകുന്നത്. ചൊണ്ണിന്ന് പിടിച്ചിട്ട് പോകുള്ളൂ. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണിക്ക് ഒരിക്കലും രാവിലെ 10 മണിക്ക് മുമ്പാണ് വരി ചൂണ്ടിലെടുത്തിട്ട് വൈകുന്നേരം 4 മണി എപ്പോ കുറച്ച് ഞാൻ വരും, തിരിച്ചു വരും. ആ മീനെടുക്കാൻ
അയ്യോ ആർക്കും മീൻ കിട്ടിയില്ലടാ. സുന്നിക്ക് അങ്ങനെ മീൻ കിട്ടിയില്ല. സുന്നി ദേഷ്യം പിടിച്ച് ഇറച്ചി വെക്കാൻ പോയി. ഞങ്ങളെ വൈക്ക് പോകാൻ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വന്നെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. ഞങ്ങളെ വൈക്ക് പോകാൻ മീൻ കിട്ടിയല്ലേന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. മീൻ കിട്ടിയില്ല, അപ്പൊ കോഴി വാങ്ങാന്ന് പറഞ്ഞില്ലേ? ഇന്ന് ജുലൈതാണ്. രണ്ട് വെട്ട് വെട്ടി ചുണ്ണിയെ നമുക്ക് റേഷൻ കാർഡും റേഷനും ഒരേ കൊണ്ടുവച്ച് തരാം. എന്നാലും ചോറ് വെക്കാൻ ഉച്ചക്ക്. ചോറുണ്ടല്ലേ? അങ്ങനെ ഒരു സ്കീം ഉണ്ട് അല്ലേ? അല്ല ചോറ് കിട്ടൂല. ആ എന്നാ പോവാല്ലേ? അപ്പൊ ബാക്കി പിന്നെ കാണാം. റോഡ് സൈഡത്തെ കല്ലൊക്കെ എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ. ഇതെന്ത് തോട്ടാണ് കുറെ? ഇത് ഇഞ്ചി കൃഷി. ഇഞ്ചി കൃഷിയോ? കണ്ണല്ലേ പൂളയാണ്. പൂളയല്ലേ? നമ്മള് ഇവിടെ ഒന്നും ഇല്ലല്ലോടാ. പോവാ. അങ്ങനെ ബാഹുബലിന്റെ കല്ലും കയറ്റി പോവാ നമ്മള്. ഇത് റോഡിന്റെ കല്ലല്ലേ? ആ കല്ലൊക്കെ പറഞ്ഞോ? ഇല്ലല്ല. ആ അപ്പത്തേക്ക് നച്ചി ചാളിയാക്കല്ലോ. അതാ വണ്ടി പോകുന്നതാ. അയ്യപ്പ ശരിക്കോ? ലെറ്റ്സ് ഗോ. വണ്ടിയും അധികം കളിക്കണ്ട. ഉപ്പ വ്ളോഗ് കണ്ടിഞ്ചേ വണ്ടി അവിടെ വാങ്ങിക്കേ.